ഓം ശാന്തി 26/6/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ നിന്ദ, സ്തുതി, മാനം, അപമാനം, സുഖം, ദുഃഖം എല്ലാം സഹിക്കണം. നിങ്ങളുടെ സുഖത്തിന്റെ ദിനമിപ്പോൾ സമീപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം: ബാബ തന്റെ ബ്രാഹ്മണ കുട്ടികൾക്ക് ഏതൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്? ഉത്തരം: കുട്ടികളെ, ഒരിക്കലും ബാബയോട് പിണങ്ങരുത്. അഥവാ ബാബയോട് പിണങ്ങിയെങ്കിൽ സദ്ഗതിയിൽ നിന്ന് പിണങ്ങിപ്പോകും. ബാബ മുന്നറിയിപ്പ് നൽകുകയാണ്, പിണങ്ങുന്നവർക്ക് വളരെ കടുത്ത ശിക്ഷ ലഭിക്കും. പരസ്പരമോ ബ്രാഹ്മണിയുമായോ പിണങ്ങുകയാണെങ്കിൽ പുഷ്പമായി പിന്നെ മുള്ളായി മാറും. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കൂ. ഗീതം: ക്ഷമയോടെ ഇരിക്കൂ മനുഷ്യ. ഓം ശാന്തി. മധുരമധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികൾ ഗീതം കേട്ടല്ലോ. നിങ്ങൾ കുട്ടികൾക്ക് ജന്മജന്മാന്തരത്തിലെ ഏതെല്ലാം ദുഃഖമുണ്ടോ അതെല്ലാം ദൂരീകരിക്കണം. ഈ ഗീതത്തിന്റെ വരി കേട്ടല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ ദുഃഖത്തിന്റെ പാർട്ട് പൂർത്തിയാവുകയാണ്. സുഖത്തിന്റെ പാർട്ട് ആരംഭിക്കുകയാണ്. ആരാണോ പൂർണമായ രീതിയിൽ അറിയാത്തത്, അവർ ഏതെങ്കിലും കാര്യത്തിൽ തീർച്ചയായും ദുഃഖം അനുഭവിച്ചിരിക്കും. ഇവിടെ ബാബയുടെ അടുത്ത് വന്നിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമുണ്ടാകും. ബാബ മനസ്സിലാക്കുന്നു, അനേകം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ചിലയിടത്ത് തിരക്കുണ്ടാകുന്നു, മഴ പെയ്യുന്നു, ഇടയ്ക്ക് കൊടുങ്കാറ്റും ഉണ്ടാകുന്നു. ആരാണോ സത്യമായ ഭക്തർ, അവർ പറയും, എന്ത് നഷ്ടമുണ്ടാകാനാണ്, ഭഗവാന്റെ അടുത്തേക്കല്ലേ പോകുന്നത്. ഭഗവാനാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് യാത്രയ്ക്ക് പോകുന്നത്. മനുഷ്യർക്ക് ഒരുപാട് ഭഗവാന്മാരാണ്. അതിനാൽ ആരാണോ നല്ല ഉറപ്പുള്ളവർ, വിഷമമൊന്നുമില്ലെന്ന് അവർ പറയും. നല്ല കാര്യത്തിൽ എപ്പോഴും വിഘ്നമുണ്ടാകുന്നു, തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ചിലർ തിരിച്ചു പോകുന്നു, ഇടയ്ക്ക് വിഘ്നമുണ്ടാകുന്നു, ഇടയ്ക്ക് ഉണ്ടാകുന്നില്ല. ബാബ പറയുകയാണ്, കുട്ടികളെ, ഇതും നിങ്ങളുടെ യാത്രയാണ്. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്തേക്ക് പോവുകയാണെന്ന് നിങ്ങൾ പറയും. ആ ബാബ എല്ലാവരുടെയും ദുഃഖം ഇല്ലാതാക്കുന്ന ആളാണ്. ഇത് നിശ്ചയമുണ്ട്. ഇന്നത്തെ കാലത്ത് നോക്കൂ, മധുബനിൽ എത്ര തിരക്കാണ്. ബാബയ്ക്ക് ചിന്ത വരികയാണ്, അനേകർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. തറയിൽ ഉറങ്ങേണ്ടി വരുന്നു. കുട്ടികളെ തറയിൽ ഉറക്കാൻ ബാബ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഡ്രാമ അനുസരിച്ച് തിരക്കുണ്ടായി. കൽപ്പം മുൻപും ഉണ്ടായിരുന്നു, വീണ്ടും ഉണ്ടാകും. ഇതിലൊരിക്കലും വിഷമിക്കരുത്. പഠിക്കുന്നവരിൽ ചിലർ രാജാവായി മാറും, പിന്നെ ചിലർ ദരിദ്രരുമായി മാറുമെന്നും അറിയാം. ചിലരുടേത് ഉയർന്ന പദവിയായിരിക്കും, ചിലരുടേത് കുറവും. പക്ഷെ തീർച്ചയായും സുഖമുണ്ടാകും. ഇതും ബാബയ്ക്കറിയാം. ചിലർ പക്വതയില്ലാത്തവരാണ്, ഒന്നും സഹിക്കാൻ സാധിക്കുകയില്ല. അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ പറയും, ഞങ്ങൾ വരാൻ ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ബ്രാഹ്മണി ഞങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയും. ഇങ്ങനെയും ചിലരുണ്ട്, ബ്രാഹ്മണി ഞങ്ങളെ അറിയാതെ കുടുക്കിയെന്നവർ പറയും. പൂർണമായ തിരിച്ചറിവില്ലാതെയാണ് വിശ്വവിദ്യാലയത്തിൽ വരുന്നത്. ഈ സമയത്തെ പഠിപ്പിലൂടെ ചിലരാണെങ്കിൽ ധനികരായി മാറും, ചിലർ ഭാവിയിൽ ദരിദ്രരായി മാറുന്നവരാണ്. ഇവിടത്തെ ധനികനും ദരിദ്രനും അവിടത്തെ ധനികനും ദരിദ്രനും തമ്മിൽ രാവിന്റെയും പകലിന്റെയും വ്യത്യാസമുണ്ടാകുന്നു. ഇവിടത്തെ ധനികനും ദുഃഖിയാണ്, ദരിദ്രനും ദുഃഖിയാണ്. അവിടെ രണ്ടുപേരും സുഖികളായിരിക്കും. ഇവിടത്തേതാണെങ്കിൽ പതീത വികാരി ലോകമാണ്. അഥവാ ആരുടെ അടുത്തെങ്കിലും ഒരുപാട് ധനമുണ്ട്, ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ ധനമെല്ലാം
മണ്ണിൽ പോകുന്നതാണ്. ഈ ശരീരവും ഇല്ലാതെയാകും. ആത്മാവാണെങ്കിൽ മണ്ണിൽ ലയിക്കില്ല. എത്ര വലിയ വലിയ സമ്പന്നരായാലും ബിർളയെ പോലെയുള്ളവരാണെങ്കിലും പക്ഷെ അവർക്കെന്തറിയാം, ഇപ്പോൾ ഈ പഴയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അറിയാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് വരും. ഇവിടെ ഭഗവാൻ വന്നു കഴിഞ്ഞെന്ന് പറയുന്നു, എന്നിട്ടും എവിടേക്ക് പോകും? ബാബയിൽ നിന്നല്ലാതെ ഒരാൾക്കും സദ്ഗതി ലഭിക്കുക സാധ്യമല്ല. അഥവാ ആരെങ്കിലും ദേഷ്യപ്പെട്ടു പോയി എങ്കിൽ സദ്ഗതിയിൽ നിന്ന് വിട്ടുപോയെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് പേര് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും, വീണുകൊണ്ടിരിക്കും. ആശ്ചര്യത്തോടുകൂടി കേൾക്കും, നിശ്ചയമുണ്ടാകും. ചിലർ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന് മനസ്സിലാക്കുന്നു. ഇവരിലൂടെ സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്ത് ലഭിക്കും. ഇവരിലൂടെയല്ലാതെ സുഖശാന്തി ലഭിക്കുക അസംഭവ്യമാണ്. ധനം കൂടുതലുണ്ടാകുമ്പോൾ സുഖം ലഭിക്കും. ധനത്തിലൂടെയും സുഖമുണ്ടാകുമല്ലോ. അവിടെ, അതായത് മൂലവതനത്തിൽ, ആത്മാക്കൾ ശാന്തിയിലിരിക്കുന്നു. ചിലർ പറയും, നമുക്ക് പാർട്ടില്ല എങ്കിൽ സദാ നമുക്കവിടെ ഇരിക്കാം. പക്ഷെ അങ്ങനെ പറയുന്നതുകൊണ്ടൊരിക്കലും ആവാതിരിക്കില്ല. കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇത് ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്. ഏതെങ്കിലും സംശയത്തിൽപ്പെട്ട് ഉപേക്ഷിച്ചു പോകുന്ന അനേകരുണ്ട്. ബ്രാഹ്മണിയോട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ പരസ്പരം ദേഷ്യപ്പെട്ട് പഠിപ്പ് ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ പുഷ്പമായി മാറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അനുഭവം ചെയ്യുന്നു, നമ്മൾ മുള്ളിൽ നിന്നും പുഷ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പുഷ്പമായി മാറണം. ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇന്നയാൾ ഇത് ചെയ്യുന്നു, ഇവരങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല. ദേഷ്യപ്പെട്ടു പോയി വീട്ടിലിരിക്കുന്നു. ബാബ പറയുകയാണ്, വേണമെങ്കിൽ മറ്റുള്ളവരോട് പിണങ്ങിക്കോളൂ, എന്നാൽ ഒരു ബാബയോട് ഒരിക്കലും പിണങ്ങരുത്. ബാബ മുന്നറിയിപ്പ് നൽകുകയാണ്, ശിക്ഷകൾ വളരെ കടുത്തതാണ്. ഗർഭത്തിലും എന്തെല്ലാം ശിക്ഷകളാണോ ലഭിക്കുന്നത്, എല്ലാ സാക്ഷാത്കാരവും ചെയ്യിക്കുന്നു. സാക്ഷാത്കാരമില്ലാതെ ശിക്ഷ ലഭിക്കാൻ കഴിയില്ല. ഇവിടത്തെയും സാക്ഷാത്കാരമുണ്ടാകും. നിങ്ങൾ പഠിച്ചു പഠിച്ച് പരസ്പരം വഴക്കടിച്ച് ദേഷ്യപ്പെട്ട് പഠിപ്പ് ഉപേക്ഷിക്കുന്നു. നമുക്ക് അച്ഛനിൽ നിന്ന് പഠിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പഠിപ്പൊരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾ ഇവിടെ മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെയുള്ള ഉയർന്നതിലും ഉയർന്ന ബാബയുടെ അടുത്ത് നിങ്ങൾ കാണുന്നതിന് വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് കൂടുതൽ പേർ വരുന്നു. ഡ്രാമയനുസരിച്ച് കുറച്ചു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് അനേക കൊടുങ്കാറ്റ് വരുന്നു. ഇന്ന വസ്തു ലഭിച്ചില്ല, ഇത് കിട്ടിയില്ല. ഇവിടെയാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല. എപ്പോഴാണോ മരണത്തിന്റെ സമയം വരിക, അപ്പോൾ അജ്ഞാനി മനുഷ്യർ പറയും, ഞങ്ങൾ എന്ത് പാപം ചെയ്തു, ആ കാരണമായി ഞങ്ങളെ കൊല്ലുന്നു. ആ പിന്നീടുള്ള പാർട്ടിനെ തന്നെയാണ് രക്തപ്പുഴയുടെ പാർട്ടെന്ന് പറയുന്നത്. പെട്ടെന്ന് ബോംബുകൾ വീഴും, ഒരുപാട് പേർ മരിക്കും. ഇത് രക്തപ്പുഴയായില്ലേ? അജ്ഞാനി മനുഷ്യർ ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കും. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്നു. കാരണം നിങ്ങൾക്കറിയാം, ഈ ലോകത്തിന്റെ വിനാശമുണ്ടാകുക തന്നെ ചെയ്യും. അനേക ധർമ്മങ്ങളുടെ വിനാശമുണ്ടാകാതെ ഒരു സത്യധർമ്മത്തിന്റെ സ്ഥാപന എങ്ങനെയുണ്ടാകും? സത്യയുഗത്തിൽ ഒരു ആദി സനാതന ദേവി ദേവതാ ധർമ്മമായിരുന്നു. സത്യയുഗത്തിന്റെ തുടക്കത്തിൽ എന്തായിരുന്നുവെന്ന് മറ്റുള്ളവർക്കെങ്ങനെ അറിയാനാണ്? ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ്. ബാബ വന്നിരിക്കുന്നത് തന്നെ എല്ലാവരെയും പുരുഷോത്തമരാക്കി മാറ്റുന്നതിനാണ്. എല്ലാവരുടെയും അച്ഛനല്ലേ? ഡ്രാമയെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ഒന്നും സത്യയുഗത്തിൽ വരികയില്ല. ഇത്രയും കോടി ആത്മാക്കൾ സത്യയുഗത്തിൽ വരികയില്ല. ഇത് വ്യക്തമായ കാര്യമാണ്.
ഒന്നും മനസ്സിലാക്കാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കില്ല, ഭക്തിയിലെ ശീലമാണ്. ഭഗവാന് എന്താണ് ചെയ്യാൻ കഴിയാത്തതെന്ന് പറയുന്നു. മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിയുന്നു. ബാബയുടെ അടുത്ത് വരുന്നു, പറയുകയാണ്, ഇന്നയാൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നുവെങ്കിൽ എന്താ ഭഗവാനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലേ? ആരെങ്കിലും നല്ല കാര്യം ചെയ്താൽ മതി, പിന്നെ അവരുടെ മഹിമ ചെയ്യുന്നു. പിന്നീട് അവർക്ക് ആയിരക്കണക്കിന് അനുയായികൾ ഉണ്ടാകും. നിങ്ങളുടെ അടുത്താണെങ്കിൽ വളരെ കുറച്ചു പേരാണ് വരുന്നത്. ഭഗവാനാണ് പഠിപ്പിക്കുന്നത്, എന്നിട്ടും ഇത്രയും കുറവ് എന്തുകൊണ്ടാണ്? അങ്ങനെ അനേകർ പറയുന്നു, ഹേയ്, ഇവിടെയാണെങ്കിൽ മരിക്കണം, അവിടെയാണെങ്കിൽ കർണരസം മാത്രമേ ഉള്ളൂ. വളരെ ആർഭാടത്തോടെ ഇരുന്ന് ഗീത കേൾപ്പിക്കുന്നു, ഭക്തജനങ്ങൾ കേൾക്കുന്നു. ഇവിടെ കർണരസത്തിന്റെ കാര്യമില്ല. ബാബയെ ഓർമ്മിക്കൂ എന്ന് നിങ്ങളോട് കേവലം പറയുന്നു. ഗീതയിലും മന്മനാഭവ എന്ന അക്ഷരമുണ്ട്. ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ പറയുകയാണ്, ശരി, ബ്രാഹ്മണിയിൽ നിന്നും അഥവാ സെന്ററിൽ നിന്നും അകന്നു പോകുന്നു. ശരി, ഇത് ചെയ്യൂ. മറ്റ് സംഘമെല്ലാം വിട്ട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് പതിത പാവനൻ. മതി, ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കൂ. ഇത്രയും ഓർമ്മിച്ചുവെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ വരും. സ്വർഗത്തിൽ പുരുഷാർത്ഥത്തിനനുസരിച്ചു മാത്രമേ ഉയർന്ന പദവി ലഭിക്കൂ. പ്രജയെ ഉണ്ടാക്കേണ്ടി വരും. ഇല്ലായെങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കും? ആരാണോ വളരെയധികം പരിശ്രമിക്കുന്നത്, ഉയർന്ന പദവിയും അവരെ നേടൂ. ഉയർന്ന പദവിക്ക് വേണ്ടി എത്രയാണ് തലയിട്ടടിക്കുന്നത്? പുരുഷാർത്ഥമില്ലാതെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. ബാബ ഉയർന്നതിലും ഉയർന്ന പതിത പാവനനാണെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. കേവലം മനുഷ്യർ മഹിമ പാടുന്നു, പക്ഷെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഭാരതം എത്ര സമ്പന്നമായിരുന്നു! ഭാരതമാണ് സ്വർഗം, ലോക അത്ഭുതം. ആ 7 അത്ഭുതം മായയുടേതാണ്. മുഴുവൻ ഡ്രാമയിലും ഉയർന്നതിലും ഉയർന്നതാണ് സ്വർഗം, താഴ്ന്നതിലും താഴ്ന്നത് നരകം. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. മധുരമായ ബാബ ഇത്രയും ഉയർന്നതിലും ഉയർന്നതിലേക്ക് കൊണ്ടുപോകുന്നുവെന്നറിയാം. ആ ബാബയെ ആരാണ് മറക്കുക? എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ. കേവലം ഒരു കാര്യം ഓർമ്മ വയ്ക്കൂ, ബാബയെ ഓർമ്മിക്കൂ. ബാബ തന്നെയാണ് ശ്രീമതം നൽകുന്നത്. ഭഗവാന്റെ വാക്കാണ്, ബ്രഹ്മാവിന്റെ വാക്കല്ല. പരിധിയില്ലാത്ത ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, കുട്ടികളെ, ഞാൻ നിങ്ങളെ ഇത്രയും സമ്പന്നമാക്കി മാറ്റിയിട്ട് പോയി, പിന്നീട് എങ്ങനെ നിങ്ങളുടെ ദുർഗതി ഉണ്ടായി? പക്ഷെ അങ്ങനെ കേൾക്കുന്നു, ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. അതിനാൽ കുട്ടികൾക്ക് കുറച്ചു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ദുഃഖം, സുഖം, നിന്ദാസ്തുതി എല്ലാം സഹിക്കേണ്ടി വരുന്നു. ഇവിടത്തെ മനുഷ്യരെ നോക്കൂ, പ്രധാനമന്ത്രിയെ പോലും കല്ലെറിയുന്നതിന് മടിക്കുന്നില്ല. പറയുകയാണ്, സ്കൂൾ കുട്ടികൾക്ക് ന്യൂ ബ്ലഡ് ആണ്, അവരുടെ ഒരുപാട് മഹിമ ചെയ്യുന്നു. ഇത് ഭാവിയിലെ പുതിയ രക്തമാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അതേ കുട്ടികൾ ദുഃഖം നൽകുന്നവരായി മാറുന്നു. കോളേജിന് തീയിടുന്നു, പലരെയും അവഹേളിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ അവസ്ഥ എന്താണെന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. ഡ്രാമയിലെ അഭിനേതാവായിട്ട് പോലും ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ചോ മുഖ്യ അഭിനേതാവിനെക്കുറിച്ചോ അറിയാത്തവരെ എന്തു പറയാനാണ്? ഉയർന്നതിലും ഉയർന്നത് ആരാണ്? ആ ബാബയുടെ ജീവചരിത്രം അറിയണമല്ലോ. ഒന്നും അറിയുകയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിന്റെ പാർട്ട് എന്താണ്? ധർമ്മസ്ഥാപകരുടെ പാർട്ട് എന്താണ്? മനുഷ്യർ അന്ധവിശ്വാസത്തിൽ വന്ന് എല്ലാവരെയും ഗുരുവെന്ന് പറയുന്നു. ഗുരുവാണെങ്കിൽ സദ്ഗതി ചെയ്യുന്നവരാണ്.
ഇപ്പോൾ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത് ഒരേ ഒരു പരംപിത പരമാത്മാവാണ്. ബാബ ഉയർന്ന ഗുരുവുമാണ്. പിന്നീട് ജ്ഞാനവും നൽകുന്നു. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ബാബയുടെ പാർട്ട് തന്നെ അത്ഭുതകരമാണ്. ധർമ്മവും സ്ഥാപിക്കുന്നു. ബാക്കി എല്ലാ ധർമ്മങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർ കേവലം ധർമ്മസ്ഥാപന ചെയ്യുന്നു. സ്ഥാപനയും വിനാശവും ചെയ്യുന്നവരെയല്ലേ ഗുരുവെന്ന് പറയുക. ബാബ പറയുകയാണ്, ഞാൻ കാലന്റെയും കാലനാണ്. ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ബാക്കി എല്ലാ ധർമ്മങ്ങളുടെ വിനാശവും ഉണ്ടാവുക അർത്ഥം ഈ ജ്ഞാനയജ്ഞത്തിൽ സ്വാഹ ആവുക. പിന്നീട് ഒരു യുദ്ധവും ഉണ്ടാകില്ല, യജ്ഞവും രചിക്കുകയില്ല. നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെയും ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ബാക്കി എല്ലാവരും അറിയില്ല അറിയില്ല എന്ന് പറയുന്നു. നിങ്ങൾ അങ്ങനെ പറയുന്നില്ല. ബാബയ്ക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. അതിനാൽ നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. പക്ഷെ മായ ഇങ്ങനെ ഓർമ്മ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് മാനം അപമാനം സുഖം ദുഃഖമെല്ലാം സഹിക്കണം. അങ്ങനെ ഇവിടെ ആരും അപമാനിക്കപ്പെടുകയില്ല. അഥവാ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ബാബയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ വലിയ പാപമാകുന്നു. ബാബയെ കേൾപ്പിക്കുന്നതുകൊണ്ട് ഉടൻ അതിന് മുൻകരുതൽ ലഭിക്കും. ഈ സർജനിൽ നിന്ന് ഒളിപ്പിക്കരുത്. ഏറ്റവും വലിയ സർജനാണ്. ജ്ഞാന ഇഞ്ചക്ഷൻ. ഇതിനെ അഞ്ജനമെന്നും പറയുന്നു. അഞ്ജനത്തെ ജ്ഞാന സുറുമയെന്നും പറയപ്പെടുന്നു. ഇന്ദ്രജാലത്തിന്റെ ഒന്നും കാര്യമില്ല. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പതീതത്തിൽ നിന്ന് പാവനമാകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നതിന് വന്നിരിക്കുകയാണ്. പവിത്രമായി മാറുന്നില്ലെങ്കിൽ ധാരണ ഉണ്ടാകില്ല. ഈ പ്രവൃത്തി കാരണം കൊണ്ട് തന്നെയാണ് പിന്നീട് പാപം ഉണ്ടാകുന്നത്. ഇതിൽ വിജയിക്കണം. സ്വയം വികാരത്തിലേക്ക് പോവുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല. അത് മഹാപാപമായി മാറും. ബാബ കഥയും കേൾപ്പിക്കുന്നുണ്ട്. പണ്ഡിതൻ പറഞ്ഞു, രാമരാമ എന്ന് പറയുന്നത് കൊണ്ട് സാഗരം മറികടക്കാൻ പറ്റും. ജലത്തിന്റെ സാഗരമെന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. എങ്ങനെയാണോ ആകാശത്തിന് അവസാനമില്ലാത്തത്, അതുപോലെ സാഗരത്തിനും അവസാനമുണ്ടാകാൻ കഴിയില്ല. ബ്രഹ്മമഹതത്വത്തിനും അവസാനമില്ല. ഇവിടെ മനുഷ്യർ അറ്റം കാണുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അവിടെ യാതൊരു പുരുഷാർത്ഥവും ചെയ്യുന്നില്ല. ഇവിടെ എത്ര വേണമെങ്കിലും ദൂരേക്ക് പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു. പെട്രോൾ തന്നെ ഇല്ല എങ്കിൽ എങ്ങനെ വരും? ഇത് ശാസ്ത്രജ്ഞന്മാരുടെ അതി അഹങ്കാരമാണ്. അതിലൂടെ വിനാശം ചെയ്യുന്നു. വിമാനത്തിലൂടെ സുഖവുമുണ്ട്, പിന്നീട് അതിലൂടെ അതി ദുഃഖവും ഉണ്ടാകുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു കാരണത്താലും പഠിപ്പ് ഉപേക്ഷിക്കരുത്. ശിക്ഷകൾ വളരെ കടുത്തതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റെല്ലാ സംഘവും വിട്ട് ഒരു ബാബയെ ഓർമ്മിക്കണം. പിണങ്ങരുത്. 2. ജ്ഞാന ഇഞ്ചക്ഷൻ അഥവാ അഞ്ജനം നൽകുന്നത് ഒരു ബാബയാണ്. ആ അവിനാശി സർജനിൽ നിന്ന് ഒരു കാര്യവും ഒളിപ്പിക്കരുത്. ബാബയെ കേൾപ്പിക്കുന്നത് കൊണ്ട് ഉടൻ മുന്നറിയിപ്പ് ലഭിക്കും. വരദാനം: ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ സന്തോഷം, ധനത്തിന്റെ സമൃദ്ധി ഇവയിലൂടെ ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സദാ സ്വയത്തിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ശരീരത്തിന്റെ കർമ്മഭോഗം,
ശൂലത്തിൽ നിന്ന് മുള്ളുപോലെ ആയി മാറുന്നു. ശരീരത്തിന്റെ രോഗം യോഗത്തിലൂടെ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതിനാൽ സദാ സ്വസ്ഥമായി ഇരിക്കുന്നു. മന്മനാഭവ ആകുന്നത് കാരണം സന്തോഷത്തിന്റെ ഖനികളാൽ സദാ സമ്പന്നരാകുന്നു. അതിനാൽ മനസ്സിന്റെ സന്തോഷവും പ്രാപ്തമാകുന്നു. മാത്രമല്ല, ജ്ഞാനധനം സർവധനത്താൽ ശ്രേഷ്ഠവുമാണ്. ജ്ഞാനധനക്കാരോട് പ്രകൃതി താനെ ദാസിയായി മാറുന്നു. മാത്രമല്ല, സർവസംബന്ധവും ഒന്നിനോടൊപ്പമാണ്. സമ്പർക്കവും ഹോളി ഹംസങ്ങളോടൊപ്പമാണ്. അതിനാൽ ശ്രേഷ്ഠ ഭാഗ്യവാൻ എന്ന വരദാനം സ്വതവേ പ്രാപ്തമാകുന്നു. സ്ലോഗൻ: ഓർമ്മയും സേവനവും ഇവ രണ്ടിന്റെയും ബാലൻസ് തന്നെയാണ് ഇരട്ടപ്പൂട്ട്. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ. അന്തർമുഖി ആകൂ. എങ്ങനെയാണോ അനേക ജന്മങ്ങൾ തന്റെ ദേഹത്തിന്റെ സ്വരൂപത്തിന്റെ സ്മൃതിയിൽ ഇരുന്നത്, അതുപോലെ തന്റെ യഥാർത്ഥ സ്വരൂപത്തിന്റെ അനുഭവം അല്പസമയത്തേക്ക് പോലും ചെയ്യാൻ കഴിയില്ലേ? ഈ ആദ്യ പാഠം പൂർത്തിയാക്കൂ. അപ്പോൾ തന്റെ ആത്മാഭിമാനി സ്ഥിതിയിലൂടെ സർവാത്മാക്കൾക്കും സാക്ഷാത്കാരം ചെയ്യിപ്പിക്കാൻ നിമിത്തമാകും. ഓം ശാന്തി.